സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. കേരളത്തിലെ സർവകലാശാലകളിൽ ഗവർണറെ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് എസ് എഫ് ഐയെ വെല്ലുവിളിച്ചും ഗവർണറും. നാളെ ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് എത്തുകയാണ്. 2 ദിവസം അദ്ദേഹം അവിടെ ചിലവഴിക്കുന്നുണ്ട്, അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ. ഈ ഒരു സാഹചര്യത്തിൽ ഗവർണറുടെ സുരക്ഷ പോലീസും കർശനമാക്കിയിട്ടുണ്ട്. നാളെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെത്താനിരിക്കുകയാണ് പോലീസിന്റെ നടപടി. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, നമുക്കറിയാം SFI സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, ഗവർണർക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ SFI ഒരുങ്ങുമ്പോൾ ഗവർണർ അതിനെ നേരിടാൻ തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും ഇത് പോലീസിനെ സംബന്ധിച്ചൊരു വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് കണ്ടതാണ്. കാലിക്കറ്റ് സർവകലാശാലയിലെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഗവർണർ അവിടെ എത്താനിരിക്കുന്ന സാഹചര്യത്തിൽ? ടോമ്, പുലിയെ അതിന്റെ മടയിൽ പോയി നേരിടുക എന്ന പ്രയോഗത്തിന് ചേരും വിധമാണ് ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് തന്നെ എത്താനൊരുങ്ങുന്നത്. കാരണം കേരളത്തിലെ സർവകലാശാലകളിൽ ഗവർണറെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന ഒരു നിലപാടാണ് പരസ്യമായി SFI പ്രഖ്യാപിച്ചത്. എന്നാൽ SFIയുടെ കോട്ടയായി അറിയപ്പെടുന്ന കാലിക്കറ്റ് സർവകലാശാലയിൽ തന്നെ കാലുകുത്തുക മാത്രമല്ല 3 ദിവസം കിടന്നുറങ്ങുകൂടി ചെയ്യും എന്നാണ് ഗവർണർ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്. നമ്മൾ ഈ പിന്നിൽ കാണുന്ന ഈ കാർഡമം എന്നു പേരുള്ള ഈ ഗസ്റ്റ് ഹൌസിലാണ്, യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൌസിലാണ് ഗവർണർ തങ്ങുന്നത്. നാളെ വൈകുന്നേരത്തോടുകൂടി വിമാനത്താവളത്തിൽ എത്തുന്ന ഗവർണർ അവിടെ നിന്നും നേരെ ഈ ഗസ്റ്റ് ഹൌസിലേക്ക് എത്തും. അതിനുശേഷം നാളെ കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെ കോഴിക്കോട്ടെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി തിരിക്കും. പിന്നീട് ആ വിവാഹ ചടങ്ങ് കഴിഞ്ഞ ശേഷവും തിരിച്ച് വീണ്ടും ഈ ഗസ്റ്റ് ഹൌസിലേക്ക് തന്നെ വരും. ഇതിനുശേഷം അടുത്ത ദിവസമാണ് ഈ സനാതന ധർമ്മ ചെയർ എന്ന ചെയർ സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ പ്രവാചകൻ എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അത് ഭാരതീയ വിചാര കേന്ദ്രവുമായി സഹകരിച്ചാണ് ആ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്ത് അതിനുശേഷമാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോവുക. അതായത് 2 രാത്രി അദ്ദേഹം പൂർണ്ണമായി ഗസ്റ്റ് ഹൌസിൽ ഉണ്ടാവും എന്ന് തന്നെ പറയാം. എന്നാൽ SFI ഏത് വിധത്തിലാണ് ഈ ഗവർണർക്കെതിരായ പ്രതിഷേധ പരിപാടികൾ നടത്തുക എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായ ഒരു ചിത്രം നൽകുന്നില്ല. തിരുവനന്തപുരത്തെ മാതൃകയിലുള്ള കരിങ്കൊടി പ്രതിഷേധമോ അല്ലെങ്കിൽ മറ്റ് കവാടത്തിൽ ഗവർണറെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുമോ എന്നതൊന്നും അവർ വ്യക്തമാവുന്നില്ല. എന്തായാലും പ്രക്ഷോഭം അല്ലെങ്കിൽ ഗവർണർക്കെതിരായ തങ്ങളുടെ പ്രഖ്യാപിത നിലപാടായ പ്രക്ഷോഭം ഉണ്ടാവും അല്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടാവും എന്ന് അവർ ഉറപ്പു പറയുന്നു. പക്ഷേ ഏത് മാർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും പോലീസിനാണ് അക്ഷരാർത്ഥത്തിൽ ഇതൊരു പരീക്ഷണമായി മാറുന്നത്. കാരണം ഒരു വശത്തുള്ളത് ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയും മറുപക്ഷത്തുള്ളത് ഭരണത്തിന്റെ തലവനായ അല്ലെങ്കിൽ ഭരണഘടനാപരമായി ഭരണത്തിന്റെ തലവനായ ഗവർണറുമാണുള്ളത്. ഗവർണർ രണ്ടും കൽപ്പിച്ച് സർവകലാശാലയിലേക്ക് പോരുമ്പോൾ ഈ അഭിമാനം പോരാട്ടത്തിനായി SFIക്ക് തയ്യാറെടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് ഏത് തലം വരെ ഈ പ്രതിഷേധങ്ങൾ പോകും അല്ലെങ്കിൽ ഏത് തരത്തിലാവും ആ പ്രതിഷേധങ്ങൾ എന്ന് പോലീസിന് ഇപ്പോഴും പ്രവചിക്കാൻ കഴിയാത്തൊരവസ്ഥ. SFIയും അക്ഷരാർത്ഥത്തിൽ വിഷമവൃത്തത്തിലാണ്. കാരണം ഗവർണർക്കെതിരെ പരസ്യമായി ഈ കലാപം പ്രഖ്യാപിക്കുമ്പോഴും ഏത് രീതിയിലുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ പ്രതിഷേധം ഏത് തലം വരെ പോകാം എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ ചിത്രം നൽകില്ല. കാരണം ഈ ക്രമസമാധാന പ്രശ്നത്തിലേക്കും മറ്റു നീങ്ങി SFIയെ സംബന്ധിച്ച് വെല്ലുവിളി നിറഞ്ഞൊരു കാര്യം. കാരണം ഗവർണർ ഈ രീതിയിൽ അപ്രതീക്ഷിതമായി എന്ത് നടപടിയും ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടാകും. അങ്ങനെ വന്നാൽ ഏത് രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടിയെക്കുറിച്ചാണ് SFI ഇപ്പോൾ ആലോചിക്കുന്നത്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗവർണർ വരുന്ന സമയത്ത് ഈ ക്യാമ്പസിൽ SFI വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഒരു പ്രതിഷേധവുമായി രംഗത്തെത്താനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. അതിനപ്പുറം ഗവർണറെ തടയുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പോൾ തന്നെ ഗവർണർക്കെതിരായ ഈ കുറിപ്പുകൾ, ഈ നോട്ടീസ് ബോർഡുകളും മറ്റുമൊക്കെ ഈ ക്യാമ്പസിന്റെ പലയിടങ്ങളിലായി SFI സ്ഥാപിച്ചിട്ടുണ്ട്. അത് സവർക്കർക്ക് ക്യാമ്പസിനകത്തേക്ക് വേണ്ട, ഗവർണർക്ക് വരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള രീതിയിൽ ഗവർണറും RSS തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് കാണിക്കാൻ എന്ന തരത്തിലുള്ള ഒരു കുറിപ്പുകളാണ്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഓരോരുത്തരായി ഈ ഇവിടേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. മലപ്പുറം SPയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ ഒരു സുരക്ഷാ പരിശോധനയുമായി അല്ലെങ്കിൽ നാളെ എങ്ങനെ സുരക്ഷ ഏർപ്പെടുത്താം എന്നത് സംബന്ധിച്ച വളരെ വിപുലമായ ചർച്ച നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ മലപ്പുറം SP, കൊണ്ടോട്ടി DYSP അടക്കമുള്ള ഉദ്യോഗസ്ഥർ അവിടേക്ക് പോയിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് DYSPമാർ, മറ്റ് ഈ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥർ തുടങ്ങിയവരൊക്കെ നിലവിൽ ഇപ്പോൾ ഈ ഗസ്റ്റ് ഹൌസിലുണ്ട്. ജില്ലാ പോലീസ് മേധാവി ഗവർണറുടെ റൂട്ട് മാപ്പ് അടക്കം ചോർത്ത് നൽകിയെന്ന് പോലീസിന് മേൽ ഒരു
ആരോപണം ഉയർന്നു വന്നിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയെന്ന് പറയുന്നുണ്ട്. നിലവിൽ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടോ? ഏത് രീതിയിലായിരിക്കും SFIയുടെ ഒരു പ്രതിഷേധമുണ്ടാകുക എന്നും മറ്റുമൊക്കെ ഒരു കൃത്യമായ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രത്തോളം പോലീസ് സംഘത്തെ ആയിരിക്കും അവിടെ വിന്യസിക്കുക? ടോമ് നിലവിൽ തന്നെ മലപ്പുറം SP സ്ഥിതിഗതികൾ വിലയിരുത്താൻ എത്തിയിരിക്കുന്നു. നാളെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാവുമെന്ന് അറിയിച്ചിരിക്കുന്നു. കൊണ്ടോട്ടി DYSPക്കാണ് ഈ സ്ഥലത്തിന്റെ ചുമതലയുള്ള ആൾ. അദ്ദേഹം ഏതാണ്ട് പൂർണ്ണ സമയം തന്നെ ക്യാമ്പസിൽ ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 6 CAമാർ, 300 പോലീസുകാർ എന്നിങ്ങനെയാണ് ഇവിടുത്തെ ഒരു സേനാവിന്യാസം. അതായത് നാളെ ഏതാണ്ട് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് അക്ഷരാർത്ഥത്തിൽ പോലീസ് പടകൊണ്ട് വളയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും. കാരണം ഒരു ചെറിയ അലോസരമെങ്കിലും ഉണ്ടായാൽ അത് വലിയ കുഴപ്പങ്ങളിലേക്ക് നീങ്ങും എന്ന് പോലീസിനറിയാം. കാരണം തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതാണ് വാഹനം തടഞ്ഞതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും അതിനെ തുടർന്ന് പിന്നീട് പോലീസിനെതിരെ ഉണ്ടായ വിമർശനം, പിന്നീട് SFI പ്രവർത്തകർ റിമാൻഡിലാവുന്ന ഒരു സാഹചര്യം, അതീവ ഗൌരവമുള്ള കുറ്റങ്ങൾ ഇവർക്കെതിരെ ചുമത്തുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് അത്തരത്തിലുള്ള അനിഷ്ടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള പരമാവധി നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ എന്താണ് SFIയുടെ മനസ്സിലുള്ളത്, അല്ലെങ്കിൽ ഏത് തരത്തിലെ പ്രതിഷേധമാണ് ഈ സർവകലാശാലയിൽ ഉയർത്തുക എന്നതിനെക്കുറിച്ച് ഇപ്പോഴും SFI പ്രവർത്തകർ കൃത്യമായൊരു ചിത്രം നൽകുന്നില്ല. പോലീസുമായി ആശയവിനിമയം നടത്തിയപ്പോൾ അവരും പറയുന്നത് കൃത്യമായൊരു പ്രതിഷേധത്തിന്റെ ചിത്രം നൽകിയിട്ടില്ല എന്നാണ്. നമ്മൾ ഈ സർവകലാശാല സ്റ്റുഡൻസ് യൂണിയനുമായി ബന്ധപ്പെട്ടും SFI ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ടൊക്കെ ഇതേക്കുറിച്ച് ഏത് തരത്തിലാണ് നിങ്ങളുടെ പ്രതിഷേധമെന്ന് ചോദിച്ചപ്പോഴും കാത്തിരുന്ന് കാണാം എന്ന രീതിയിലുള്ള മറുപടിയാണ് അവരുടെ ഭാഗത്തു നിന്നും നൽകുന്നത്. വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം അദ്ദേഹം ഈ ക്യാമ്പസിലേക്ക് വരുമ്പോൾ ഇടഭാഗങ്ങളിൽ കരിങ്കൊടി കാണിക്കുമോ, അതോ ഈ ക്യാമ്പസിന് എത്തിയ ശേഷം ക്യാമ്പസിൽ കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധമാണോ ഉണ്ടാവുക, കരിങ്കൊടി പ്രതിഷേധമാണോ ഉണ്ടാവുക, അല്ലെങ്കിൽ ക്യാമ്പസിന്റെ കവാടം ഉപരോധിച്ച് അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ളൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണോ ഉണ്ടാവുക എന്നത് സംബന്ധിച്ചൊക്കെ ഒരു കൃത്യമായ ചിത്രമില്ല. കാരണം ഈ കരുതൽ തടങ്കൽ അടക്കമുള്ള ചില ഭീഷണികൾ നൽകിയത്. ഗവർണറുടെ സുരക്ഷ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. നാളെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ എത്താനിരിക്കുകയാണ് പോലീസിന്റെ നടപടി. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി